ഹജ്ജിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടും. മിനായിൽ തീർത്ഥാടകർക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇന്ത്യൻ ഹജ്ജ് മിഷനും സ്വകാര്യ ഗ്രൂപ്പുകളും തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ ജുമാ നമസ്കാരത്തിൽ മസ്ജിദുൽ ഹറമിൽ തീർത്ഥാടക ലക്ഷങ്ങൾ പങ്കെടുത്തു. മിനായിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി റബി മുഹമ്മദ് ഉണ്ട്. റബി, ഭക്തജന ലക്ഷങ്ങളാണ് എത്തുന്നത്. ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് മിനയിലെ ക്യാമ്പുകൾക്ക് സമീപത്താണ്. അല്പസമയം മുമ്പാണ് ജുമാ നമസ്കാരം കഴിഞ്ഞത്. മിക്ക ഹാജിമാരും ഇന്ന് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊണ്ട് തന്നെ ഹറമിൽ നമസ്കാരത്തിന് എത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ രാവിലെ 10 മണിയോടുകൂടി തന്നെ ഹറമിലേക്കുള്ള പ്രവേശന കവാടങ്ങളെല്ലാം റോഡുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് ഭൂരിഭാഗം തീർത്ഥാടകർക്കും ഹറമിലെത്താൻ കഴിഞ്ഞിട്ടില്ല. മക്കയിലെ മറ്റു പള്ളികളിലാണ് ഇന്ന് അവർ ജുമാ നമസ്കരിച്ചത്. തീർച്ചയായും ജുമാ നമസ്കാരത്തിൻ്റെ സമയം ആയതിനാൽ തന്നെ മിനയിൽ ഇപ്പോൾ ആളുകളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം ചില ജോലിക്കാർ മാത്രമേ ഉള്ളൂ. ഇത് വൈകുന്നേരത്തോടു കൂടിയാണ് ഹാജിമാർ മിനയിലെത്തിച്ചേരുക. അതോടൊപ്പം തന്നെ വിവിധ ഹജ്ജ് മിഷൻ ഓഫീസുകളിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഹജ്ജ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരെല്ലാം തന്നെ വൈകുന്നേരത്തോടു കൂടി എത്തിച്ചേരും. ഇപ്പോൾ മിനയിലെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇത് മിനയിലെ ജൗഹറ റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ റോഡിനും അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടടുപ്പുറത്തുള്ള സൂഖുൽ അറബ് റോഡിന് സമീപത്തായിട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർക്കുള്ള മിനയിലെ താമസം. ഈ രണ്ട് റോഡുകൾക്ക് നടുവിലായിട്ടുള്ള നിരവധി ക്യാമ്പുകൾ ഇതിനകം തന്നെ ഹാജിമാർക്ക് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ഈ മാപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ ഹാജിമാരുടെ താമസ സ്ഥലങ്ങളാണ് ഈ മഞ്ഞ നിറത്തിലും അതുപോലെ തന്നെ നീല നിറത്തിലുമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ റോഡിന് തന്നെ അടുത്ത് തന്നെ ഈ കിങ് അബ്ദുള്ള ബ്രിഡ്ജിന് സമീപത്തായിട്ട് തന്നെയാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. ഹാജിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട അത്യാവശ്യ ഘട്ടങ്ങളിലെ ചികിത്സ നൽകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഹജ്ജ് മിഷൻ്റെ ഓഫീസിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഹാജിമാരെ നഷ്ടപ്പെടുന്ന ബാഗുകളും മറ്റ് സാധനങ്ങളൊക്കെ കണ്ടെത്താനും അതുപോലെ തന്നെ കാണാതാവുന്ന ഹാജിമാരെ കണ്ടെത്തി ഏൽപ്പിക്കാനുള്ള സൗകര്യങ്ങളും വിവിധ രീതികളിലുള്ള പ്രവർത്തനങ്ങളാണ് ഹജ്ജ് മിഷൻ ഓഫീസിലുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മക്കയിലും അതുപോലെ തന്നെ മദീനയിലും നേരത്തെ സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ സ്റ്റാഫുകൾ ഇവിടെ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ നാളെ രാത്രിയോടുകൂടിയായിരിക്കും മിനയിലെ ഹജ്ജിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. റബിഹാണ് മിനായിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.